ആന്ധ്രാപ്രദേശിലെ നന്ദ്യാൽ സ്റ്റേഷനിൽ നിന്നും രാത്രി 10:45 മച്ചിലിപ്പട്ടണം കൊണ്ടവീട് എക്സ്പ്രസ്സിൽ കയറിയ ഞങ്ങൾ രാവിലെ 5:45 വിജയവാഡ നഗരത്തിന് സമീപം എത്തിച്ചേർന്നു. മുന്നിലായാണ് കൃഷ്ണാനദി. ഏകദേശം 1.5 കിലോമീറ്റർ നീളമുള്ള 2 റെയിൽവേ പാലങ്ങൾ കൃഷ്ണാനദിയുടെ മുകളിലൂടെ കടന്നുപോകുന്നു. ഇതിൽ കൃഷ്ണ റെയിൽവേ ബ്രിഡ്ജിൽ 2 റെയിൽപാതകൾ ഉണ്ട്. വിജയവാഡ റെയിൽവേ ബ്രിഡ്ജിൽ ഒറ്റവരി പാതയാണ് ഉള്ളത്. എല്ലായ്പ്പോഴും നല്ല തിരക്കുള്ളതായി തുടരുന്ന റെയിൽവേ പാലങ്ങളാണ് ഇവ രണ്ടും. വേനൽക്കാലം ആയതിനാൽ നദിയിൽ വെള്ളം കുറവാണ്. അതിരാവിലെ ട്രെയിനിലെ ജനാലയിലൂടെ അകത്തേക്ക് വരുന്ന തണുത്ത കാറ്റുമേറ്റ് ദൂരെ ഉയരം കുറഞ്ഞ മലകൾക്ക് മീതെ സൂര്യൻ ഉദിച്ചുയരുന്നതും കണ്ട് ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്നത് അത്രയും സുന്ദരമായ ഒരു അനുഭവമാണ്. വൈകാതെ ഞങ്ങൾ രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ 4ാമത്തെ റെയിൽവേ സ്റ്റേഷനായ വിജയവാഡ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. നല്ല തിരക്കുള്ള എന്നാൽ അത്രയും വൃത്തിയും സൗകര്യങ്ങളും ഒക്കെയുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു അത്. കുളിച്ച് ഫ്രഷായി ഫുഡും കഴിച്ച് അവിടെ നിന്നും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ബസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. നല്ല തിരക്കുള്ള ഒരു നഗരം, എന്നാൽ നമ്മുടെ നഗരങ്ങളെക്കാൾ വൃത്തിയും വെടിപ്പും. നഗരത്തിലെ കനാലുകളും പാർക്കുകളും എല്ലാം തന്നെ നല്ല വൃത്തിയായി നിലനിർത്തിയിരിക്കുന്നു. നഗരത്തിൽ ആധുനിക വാഹനങ്ങൾക്കൊപ്പം ചുരുക്കം റിക്ഷകളും നമുക്ക് കാണാൻ കഴിയും. വാഹനങ്ങളിൽ കൂടുതലും APSRTC ബസ്സുകളാണ്. ഇവിടെ പൊതുഗതാഗത സംവിധാനം അത്രയും മെച്ചപ്പെട്ടതാണെന്ന് തോന്നുന്നു. ബസ് സ്റ്റേഷനിലെത്തി ഉണ്ടവല്ലി പോകുന്ന ബസ് തിരക്കിയപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 43 നിന്നുമാണ് അവിടേക്ക് പോകുന്ന ബസ്സുകൾ പുറപ്പെടുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. കണ്ടക്ടറോട് ചോദിച്ച് ഉറപ്പുവരുത്തി അവിടെയുണ്ടായിരുന്ന ഒരു ബസ്സിൽ ഞങ്ങൾ കയറി. ഉണ്ടവല്ലി ഗുഹകളിലേക്ക് ഇനി ഏകദേശം 10 കിലോമീറ്ററുകൾ ദൂരം ഉണ്ട്. നഗരത്തിരക്കുകളിലൂടെ ബസ് സാവധാനം സഞ്ചരിക്കാൻ തുടങ്ങി. ട്രെയിനിൽ ഇരുന്ന് കൃഷ്ണാനദി കടന്നായിരുന്നു കുറച്ചു മുന്നേ ഞങ്ങൾ വിജയവാഡ നഗരത്തിൽ എത്തിച്ചേർന്നത്. എന്നാലിപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി പിന്നെയും കൃഷ്ണാനദിയുടെ അക്കരയിലേക്ക് പോകുന്നു. അരമണിക്കൂർ കൊണ്ട് ബസ് ഉണ്ടവല്ലി ഗുഹകൾക്ക് സമീപം എത്തിച്ചേർന്നു. പ്രധാന റോഡിനോട് ചേർന്നാണ് ഈ ഗുഹാസമുച്ചയം നിലകൊള്ളുന്നത്. ഞങ്ങളായിരുന്നു അന്നത്തെ ആദ്യ സന്ദർശകർ. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്തേക്ക് പോയി. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായ കോളിൻ മക്കൻസിയാണ് ഈ ഗുഹകളുടെ മഹത്വം ആദ്യമായി കണ്ടെത്തിയത്. 4 മുതൽ 5 വരെയുള്ള നൂറ്റാണ്ടുകളിൽ വിഷ്ണുകുണ്ടിന രാജാക്കന്മാരുടെ ഭരണകാലത്ത് കുന്നിൻ ചെരുവിലെ ഖര മണൽക്കല്ലിൽ ഗുപ്തശൈലിയിൽ കൊത്തിയെടുത്തതാണ് ഉണ്ടവല്ലി ഗുഹകൾ. ഇവിടെ അനവധി ഗുഹകൾ ഉണ്ടെങ്കിലും ഏറ്റവും വലുത് 4 നിലകളുള്ള ഈ ഗുഹാസമുച്ചയം ആണ്. ഗുപ്ത വാസ്തുവിദ്യയുടെ ആദ്യകാല ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഈ പ്രധാന ഗുഹ. ഗുഹകൾ ഒരു ജൈന വാസസ്ഥലമായാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിഹാരം ജൈന സന്യാസിമാരുടെയും തീർത്ഥങ്കരന്മാരുടെയും ശില്പങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ബുദ്ധമത കലാസൃഷ്ടികളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു കാലത്ത് ഉണ്ടവല്ലി ഗുഹകൾ ബുദ്ധ ജൈന സമുച്ചയങ്ങൾ ആയിരുന്നുവെങ്കിലും പിന്നീട് ഇവ ഹിന്ദു ക്ഷേത്രങ്ങളായി മാറ്റപ്പെട്ടു. 1-ാം നിലയിൽ തൂണുകളുള്ള മണ്ഡപങ്ങൾക്ക് പിന്നിലായി ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് എന്നിവർക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന 3 ശ്രീകോവിലുകൾ ഉണ്ട്. ഉണ്ടവല്ലി ഗുഹയ്ക്കുള്ളിലായി ഇരുളടഞ്ഞ ഒരു അറയ്ക്കുള്ളിൽ ശേഷൻ്റെ മേൽ ശയിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ ഏകദേശം 25 അടി നീളമുള്ള ചൈതന്യം തുളുമ്പുന്ന ഒരു ശില്പമുണ്ട്. എന്നാലിത് മഹാവിഷ്ണു അല്ല എന്നും ജൈനമതത്തിലെ 23-ാമത്തെയോ അല്ലെങ്കിൽ 17-ാമത്തെയോ തീർത്ഥങ്കരൻ ആയിരിക്കാം എന്ന മറ്റൊരു വാദവും നിലവിലുണ്ട്. ശില്പത്തിൻ്റെ നിർമ്മാണത്തിലെ അപൂർണതയാണ് അതിന് കാരണം. അനന്ത ശയനത്തിൻ്റെ പരമ്പരാഗത ചിത്രീകരണം പൂർണ്ണമായും ഇവിടെ നമുക്ക് കാണാൻ കഴിയില്ല. വിഷ്ണുകുണ്ടിനയിലെ വിഷ്ണുകുണ്ടിന 4-ാമൻ ഭഗവാൻ വിഷ്ണുവിനോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ടാണ് ഈ ഗുഹാസമുച്ചയങ്ങൾ നിർമ്മിച്ചതെന്നാണ് ചരിത്രം. അപ്പോൾ തീർച്ചയായും ഇത് വിഷ്ണു ഭഗവാന്റെ ശില്പം തന്നെയാണ് എന്ന് വേണം കരുതാൻ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു പ്രാദേശിക കുടുംബം അവിടെ പൂജയ്ക്കായി വന്നു. അവർ ഞങ്ങളെയും അവരുടെ ഒപ്പം കൂട്ടി. അങ്ങനെ അന്ന് വിഷ്ണു ഭഗവാനെ അണിയിച്ച് ഒരുക്കാനും പൂജ ചെയ്യാനും ഞങ്ങൾക്കും അവസരം കിട്ടി. അത് മറക്കാനാവാത്ത ഒരു അനുഭവം ആണ്.
സന്ദർശകരുടെ തിരക്കില്ലാത്ത ഒരു സ്ഥലമായി തുടരുന്നതിനാൽ ആവും ഗുഹയ്ക്കുള്ളിൽ എല്ലായിടത്തും നിറയെ കടവാതിലുകളെ കാണാം. അവിടെ നിന്നും തിരികെ ഒരു ബസ്സിൽ കയറി പിന്നെയും വിജയവാഡ നഗരത്തിൽ എത്തിച്ചേർന്നു. വഴിയോരത്തെ ഒരു കടയിൽ നിന്നും ഉച്ചയ്ക്കുള്ള ഫുഡും കഴിച്ച് ഞങ്ങൾ വിജയവാഡ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. വൈകാതെ തന്നെ കാശ്മീരിലെ ടുലിപ്പ് ഗാർഡൻ അടയ്ക്കും എന്നൊരു വാർത്ത കണ്ടിരുന്നു. അതിനാൽ എത്രയും വേഗം അവിടെ എത്തിച്ചേരണമെന്ന് തീരുമാനിച്ചു. ഉച്ചയ്ക്ക് 1 മണിക്ക് അവിടെ നിന്നും കത്ര പോകുന്ന ആൻഡമാൻ എക്സ്പ്രസ്സിൽ കയറി. ഈ ട്രെയിൻ ജമ്മു താവി പോകുമെങ്കിലും നേരെ അവിടെ പോകാതെ വഴിയിൽ ഡൽഹിയിലിറങ്ങി ഒരു ദിവസം അവിടെയുള്ള ചില കാഴ്ചകൾ കൂടി കാണാമെന്ന് കരുതി. ഇവിടെ നിന്നും ഡൽഹിയിലേക്ക് ഇനി ഏകദേശം 1700 കിലോമീറ്ററുകൾ ദൂരമുണ്ട്. വിജയവാഡ നിന്നും അത്രയും തിരക്കില്ലാതിരുന്ന ട്രെയിൻ ഖമ്മം എന്ന സ്റ്റേഷനായപ്പോഴേക്കും യാത്രക്കാരാൽ നിറഞ്ഞു. യാത്രക്കാരിൽ പലരുടെ കയ്യിലും ടിക്കറ്റുകൾ ഇല്ല. എന്നാൽ ടിക്കറ്റുകൾ ഉള്ളവരുടെ സീറ്റുകൾ അപഹരിച്ച് അവർക്കൊപ്പമാണ് ഇക്കൂട്ടരുടെ യാത്ര. ഉച്ചസമയത്ത് ട്രെയിൻ ജനാലയിലൂടെ വീശിയടിക്കുന്ന ചൂടുകാറ്റ് അസഹനീയമായി അനുഭവപ്പെട്ടു. ട്രെയിൻ കടന്നുപോകുന്ന പാതയ്ക്കിരുവശങ്ങളിലും ചോളവും പരുത്തിയും മുളകും ഒക്കെ വിളയുന്ന പാടങ്ങളാണ്. എന്നാലിപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലും വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും ചൂട് കുറയാൻ തുടങ്ങി. ഇനി നാളെ രാത്രി വരെ ഞങ്ങളുടെ യാത്ര ഈ ട്രെയിനിൽ ആണ്. ട്രെയിനിലും ബസ്സിലും നടന്നും ഒക്കെയായി ഞങ്ങളെ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ 6 ദിവസങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.